വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് പച്ചപ്പുളി വെച്ചിട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഇതേപോലത്തെ നല്ല ചള്ള് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതിനെ വാളംപുളി, ചാണാപ്പുളി, കോൽപ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു 5 ഉണക്കമുളക്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ ഉണക്കമുളകിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പുളി ഞാനിവിടെ ഒരു 5 പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പുളിക്കനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരലില്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അടിച്ചാലും മതി കേട്ടോ. ഇതേപോലെയൊക്കെ ഇതിലും അമ്മിയിലൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുളി ചതച്ചെടുക്കാം. പുളിയൊന്നും അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ചതക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ചമ്മന്തി ഇറക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കല്ലുപ്പാണ്. കല്ലുപ്പില്ലാത്തവർ പൊടിയുപ്പ് എടുക്കുക, പക്ഷെ കല്ലുപ്പി ചെയ്യുന്നതിട്ട് നല്ല ടേസ്റ്റ്. കല്ലുപ്പിട്ട് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇതേപോലത്തെ ഓരോ കല്ലില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു കനമുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാട്ടെ. ഇതേപോലെ ഇനിയൊരു പണിയും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇതേ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതെന്തായാലും ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം, ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി കൊടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതിന് ഒക്കെ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മുടെ പച്ചപ്പുളി കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പച്ചപ്പുള്ളിയുടെയൊക്കെ സീസണാണ് നാട്ടിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.